ഉയിരാർന്നിത ഉദയാർക്കബിംബം കണക്കെ തെളിഞ്ഞൊരു ഉജ്വല തേജസായി ഉയിരാർന്നിത കലയുടെ നവവിഹായസ്സിലൊരു പൊന്തിരി നാളമായി മിഴിച്ചിമ്മി ഉണരുന്നിത നാദച്ചിലമ്പുലിയിൽ കളിക്കത്തുണരുന്നു നാദച്ചിലമ്പുലിയിൽ കളിക്കത്തുണരുന്നു നാട്യക്ഷേത്ര. അരി വാങ്ങിക്കാൻ കാശില്ല, തുണിയില്ല, മാറ്റി കൊടുക്കാൻ തുണിയില്ല, ജോലിയില്ലേ, വേലയില്ല, കൂലിയില്ല, കയ്യിൽ കുറെ അക്ഷരങ്ങൾ മാത്രം. പരിശുദ്ധവും പരിപാവനവുമായ കാവ്യ സൗവർണിക തീരത്ത് യാതൊരു ഭയവുമില്ലാതെ ഭ്രാന്തമായ പുലമ്പലുകൾ നടത്തുന്ന നീ ആരാണ്? ഭ്രാന്തനല്ല ഞാൻ, ജീവിതം മറന്നുപോയ വിഡ്ഢി. മരണത്തെ മാടി 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 വിളിച്ചിട്ടും എന്നെ പുൽകാൻ വരുന്നില്ല. അത്രയ്ക്ക് പാപിയായ മനുഷ്യൻ. സംസ്കാരം കൊണ്ട് പെരുമ കൊള്ളുന്ന ആർഷഭാരതത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം ഒന്നോർക്കുക. ചിത്തശുദ്ധിയോടെ ദേവി മൂകാംബികയുടെ തിരുമുറ്റത്ത് ത്രിമധുരം സേവിച്ചാൽ മാറാത്ത തീരാ ദുഃഖങ്ങളില്ല. അമ്മയുടെ കഷായം സേവിച്ചാൽ മാറാത്ത രോഗങ്ങളില്ല. എല്ലാം അറിയാം. പക്ഷെ മനമുരുകി കേണ് കരഞ്ഞിട്ടും കണ്ണു തുറക്കുന്നില്ല എന്റെ അംബിക കലാദേവി. എന്റെ മുന്നിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കുന്നു. എവിടം വരെയാണ് നിന്റെ ജീവിതമെന്ന് തീരുമാനിക്കേണ്ടത് നീയല്ല. പക്ഷെ ഒന്നുണ്ട്, നീ വന്ന സ്ഥലം സാധാരണ സ്ഥലമല്ല. അത് മാത്രം ഓർക്കുക. മരണത്തെ പുൽകാനൊരു ഭയം, അതിനുവേണ്ടി ഇത്രയും മദ്യസേവ നടത്തി. ഭീരു, കർമ്മങ്ങൾ അറിയാത്ത പമ്പര വിധി, മദ്യവും ആത്മഹത്യയുമാണ് അവസാനം എന്ന വിധിയിൽ ജീവിതത്തിൽ നിന്നും ഒളിച്ചോട്ടം നടത്തുന്ന മനുഷ്യ സമൂഹം. മൂകാംബിക അമ്മയിൽ മനസ്സർപ്പിച്ച് മന്ത്രജപങ്ങൾ ഓതിയാൽ തീരാത്ത മാറാ ദുരിതങ്ങളോ മാറാപ്പുകളോ ഈ ലോകത്തിലില്ല. ആട്ടെ, നിങ്ങൾ ആരാണ്? ഞാനോ അക്ഷരങ്ങൾ കൊണ്ട് കാവ്യപ്രപഞ്ചം തീർക്കുന്ന ഒരു കാവ്യോപാസകൻ. നാട്ടിലും വീട്ടിലും സമൂഹത്തിന് മുൻപിലും ഒരു പരിഹാസപാത്രം. അക്ഷരങ്ങൾ ആറ്റിക്കുറുക്കിയിട്ട് ഒന്നും നേടാത്ത ഓട്ടക്കയ്യനായ ഒരു ശാപജന്മം. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കണം. നമ്മുടെ കഴിവുകളാണ് മഹത്തരമെന്ന് വിശ്വസിച്ച് ഈ സത്യമാകുന്ന സൗവർണികയിൽ മുങ്ങിക്കുളിച്ച് മൂകാംബികാ ദേവിയെ മനസ്സിൽ സമർപ്പിച്ച് ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഒന്ന് ശ്രമിച്ചു നോക്ക്. അന്നാരാണ് വഴികാട്ടി. അർഹതയുള്ളവർക്ക്, അമ്മയുടെ ഇഷ്ടജനങ്ങൾക്ക് നേർവഴി കാട്ടുന്ന വഴികാട്ടി. പോയി സൗവർണികയിൽ കുളിച്ച് ശുദ്ധികർമ്മങ്ങൾ ചെയ്ത് പാപങ്ങൾ കഴുകി തിരിച്ചു വരൂ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കും നിശ്ചയം കാണില്ല, അല്ലേ? മന്ത്രതന്ത്ര യന്ത്രങ്ങള് ആദിദേവി അംബികയെ പ്രത്യക്ഷപ്പെടുത്തി മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി ഐക്യരൂപത്തിൽ പൂജാക്രമങ്ങൾ ഉണ്ടാക്കി അലങ്കാര വിഗ്രഹം സൃഷ്ടിച്ച ശങ്കരാചാര്യർ. ഈ കലികാലത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ഞാൻ എന്തേ ഇവിടെ എത്തി എന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത്. അമ്മ പറഞ്ഞു, വന്നു. പലരും കഥകൾ ഓരോന്നും പറഞ്ഞു പോകുന്നു. പറയാത്ത ഒരുപാട് അറിവുകളുടെ കൂമ്പാരങ്ങളുണ്ട് ഇവിടെ. ആർഷഭാരത സംസ്കാരത്തിന്റെ നന്മയുടെ വിളംബരമോതുന്ന ഒരു പൈതൃകമുണ്ട് ഇവിടെ.
പാപങ്ങൾ സൗവർണികയിൽ കഴുകി കളയുകയാണ് ശ്രീ മൂകാംബികാ ദേവി. സ്വയം കർമ്മങ്ങളെ ധിക്കരിച്ച് കടന്നു വന്നവനാ ഞാൻ. ശ്രീ മഹാലക്ഷ്മിയെ അഴുക്ക് ചാലിൽ തള്ളിയവനാ ഞാൻ. അക്ഷരങ്ങൾ നൽകിയ വാഗ്ദേവിയെ വില പറഞ്ഞ് വിറ്റവനായി ഞാൻ. അമ്മേ, അമ്മേ, മാപ്പ്, മാപ്പ്. കണ്ടില്ലേ, സ്വയം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പാപത്തിന്റെ കെട്ടുകൾ അഴിച്ച് ഇവൻ പുത്തൻ മനുഷ്യനാകുന്നു. കണ്ടു, കണ്ടു, ഞാൻ എന്റെ അമ്മയെ ഞാൻ കണ്ടു. മൂകാംബികമ്മയെ എനിക്ക് മാപ്പ് തരൂ അമ്മേ. അമ്മ തന്നെയാണ് എനിക്ക് എന്നും ശരണം. അമ്മയെ മാപ്പ്, മാപ്പ്. അങ്ങാരാണ്? ഞാൻ ശങ്കരാചാര്യൻ. അമ്മേ, മൂകാംബികമ്മേ, ആദിശങ്കരാചാര്യരുടെ തൃപ്പാദങ്ങൾ ഞാൻ വണങ്ങുന്നു. പാലമൃതൊഴുകുന്ന പെരിയാറ്റിൻ കരയിലെ മഹാനിധിയെ നമോവാകം. ബ്രഹ്മസൂത്രം മഹാവാക്യം തീർത്ത് വെൺമണൽ തിട്ടയിൽ ഒഴുകുന്ന ശിവാനന്ദ ലഹരിയെ, നിത്യ സൗന്ദര്യ ലഹരിയെ, അങ്ങയെ ഞാൻ വണങ്ങുന്നു. അമ്മേ, ഈ ഭക്തന് പ്രത്യക്ഷ ദർശനമരുളി അമ്മയുടെ കഥയൊന്ന് പറഞ്ഞു തരൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ നാരായണീ നമോസ്തുതേ. ജീവിതമെന്ന മഹാസാഗരം നീന്തിക്കടക്കുവാൻ കടമ്പകളേറെയുണ്ട്. മകനെ, ഭ്രാന്തനായി ഇഴഞ്ഞത് അനുഭവസാക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ആത്മസമർപ്പണത്തോടെയുള്ള ഏത് പ്രവൃത്തിയും ആരെയും തച്ചുടയ്ക്കാൻ കഴിയില്ല എന്ന പ്രപഞ്ച സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. മകനെ, എന്റെ കഥയല്ലേ അറിയേണ്ടത്? കണ്ണടച്ച് എന്നെ തന്നെ സ്മരിച്ചോളൂ. കാളീം വ്രീളിത കാളമേഘദിവഹാം വർണ്ണേന കാലാനലപ്രഖ്യാം ദുഃഖഹരാം കപർദകലിതേന്ദ്വർദ്ധാം പരേതാസനാം രോഷോദ്വൃത്ത വിവൃത്ത രക്തനയന ത്രേതാഗ്നിലീഢാസുരശ്രേണീ ക്ഷോണിതരാം പ്രണൗമി ശരണം ഭദ്രാം ഭവോച്ചിത്തയേ ഭദ്രാം ഭവോച്ചിത്തയേ. എറണാകുളം നാട്യക്ഷേത്ര സഹൃദിക സമക്ഷം സമർപ്പിക്കുന്നു ദേവി മൂകാംബിക. ദേവി നാമരചനയും ആലാപനവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഗാനങ്ങൾ BP അമർനാഥ്, സന്ദീപ് സുധ. സംഗീതം അജയ് സരിഗമ. രംഗശില്പം ആർട്ടിസ്റ്റ് ജഗന്നാഥൻ. നിർമ്മാണം ശ്രീ രജീവൻ തത്തപ്പിള്ളി. രചനയും സംവിധാനവും സായി ദത്തൻ.